പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൊക്കെ മാലിന്യങ്ങൾ നിയമം ലംഘിച്ചുകൊണ്ട് തള്ളുന്നവരുടെ ശ്രദ്ധയ്ക്ക് മുനിസിപ്പാലിറ്റി ഓർഡിനൻസും പഞ്ചായത്ത് രാജ് ഓർഡിനൻസും എല്ലാം ഭേദഗതി ചെയ്തിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന പിഴ സംഖ്യ എന്ന് പറയുന്നത് 5000 രൂപയായിരുന്നു. അത് 50,000 രൂപ വരെയാക്കി ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല, വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം നിലവിലുണ്ടായിരുന്നത് 2500 രൂപയായിരുന്നു മാക്സിമം. അത് 25% ഉയർത്തിയിട്ടുണ്ട്. അതായത് 50,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിവരം നൽകിയ വ്യക്തിക്ക് 12,500 രൂപ വരെ പാരിതോഷികം ലഭിക്കും. സുസ്ഥിര വികസനത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, മാലിന്യ സംസ്കരണം എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് പൗരന്മാർക്ക് പൗരബോധമില്ലാതെയാകുമ്പോഴാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. എല്ലാ പൗരന്മാരും അവരുടെ കടമയായിട്ട് അത് നിർവഹിക്കുക, സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് സംസ്കരിക്കാൻ ശ്രദ്ധിക്കുക. ഗവൺമെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള മാർഗങ്ങളുണ്ട്, സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗപ്പെടുത്തുക. ഹരിതകർമ്മസേനയൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക്കും മറ്റൊക്കെ അവർക്ക് കൈമാറുക. നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ പ്രദേശത്തെ മാലിന്യമുക്തമാക്കുക. 2026 മാർച്ച് ആകുമ്പോഴേക്കും മാലിന്യമുക്തമായ ഒരു സംസ്ഥാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്. അതിനോട് പരിപൂർണമായിട്ട് സഹകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവരെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഈ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് നമ്പർ കാണാവുന്നതാണ്. വാട്സപ്പ് നമ്പറാണ്. ഇതിലേക്ക് നിങ്ങൾ തെളിവ് സഹിതം അതിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോയോ അടക്കം നിങ്ങൾക്ക് നൽകാവുന്നതാണ്, കൈമാറാവുന്നതാണ്. ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവർ അനധികൃതമായിട്ട് മാലിന്യങ്ങൾ സ്വകാര്യ വ്യക്തികളുടെയും പൊതുസ്ഥലങ്ങളിലൊക്കെ തള്ളുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിസ്ഥിതി ഒരു കേടുപാടും കൂടാതെ വരും തലമുറക്ക് കൈമാറേണ്ടതുണ്ട്. നമുക്ക് കിട്ടിയതിലും ഭംഗിയായിട്ട് തന്നെ ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് അടുത്ത തലമുറക്കായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് നിയമം പാലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാലിന്യമുക്തമായ, രോഗമുക്തമായ ഒരു കേരളവും ഒരു നല്ല നാളെയും നമുക്ക് പ്രതീക്ഷിക്കാം.